സജിത്ത്, ദേവികുളത്തെ രാജയിൽ മാറ്റമുണ്ടാകുന്നു. അവിടെ രാജകളാണ് മത്സരിച്ചത് എങ്കിൽ ഇപ്പോൾ ഇതാ ഇടതുപക്ഷത്തിന്റെ രാജയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇത്രയും നേരം വലതുപക്ഷത്തെ രാജയായിരുന്നു മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും രാജ ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. UDF രാജയല്ലേ അവിടെ മുന്നിൽ നിൽക്കുന്നത്? അല്ല, ഇപ്പോൾ LDF രാജയാണ്. LDF രാജയാണ്. അവിടെ മറ്റൊരു രാജ എന്ത് ചെയ്തു എന്നതും കൂടെ കൗതുകമാണ്. അത് രാജയല്ല, രാജേന്ദ്രനാണ്. രാജേന്ദ്രൻ എത്ര വോട്ട് പിടിച്ചു എന്നുകൂടി അവിടെ ഒരു കൗതുകം. മണ്ഡലത്തിന്റെ രാജയായിരുന്നു രാജേന്ദ്രൻ. അങ്ങനെയെങ്കിൽ ഇടുക്കിയിലെ ഒരേ ഒരു രാജ ഇതാ ദേവികുളത്ത് മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. എതിരാളികളെ പിന്നിലാക്കിയിരിക്കുന്നു, രാജേന്ദ്രനെ അടക്കം പിന്നിലാക്കിയിരിക്കുന്നു. രാജേന്ദ്രൻ BJP-യിലേക്ക് പോയത് അത്ര ശോഭിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും രാജ ഇപ്പോൾ ദേവികുളത്ത് മുന്നിൽ നിൽക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഒരു ചുമന്ന തുരുത്ത് എന്ന് പറയുന്നത് അത് മാത്രമായി മാറുന്നു എന്നതാണ് സാഹചര്യം. ദേവികുളം എന്ന ഒരു ഒറ്റ മണ്ഡലം മാത്രമായി ഇടതുപക്ഷത്തിന് അവകാശപ്പെടാനുണ്ടാകുന്നു. ഒരുപക്ഷെ മധ്യ കേരളത്തിലെ ഒരേ ഒരു മണ്ഡലം എന്ന രീതിയിലേക്കും അത് മാറുമെന്ന് കണ്ടറിയണം. വൈക്കം, ദേവികുളം, അങ്ങനെ ഒന്നോ രണ്ടോ ഒക്കെ അവകാശപ്പെടാനുള്ളൂ എന്ന് കരുതാം. ശരി, എന്തായാലും ഇപ്പോൾ കനൽ ഒരു തരി പോലും ഇല്ലാത്ത ഇടങ്ങൾ ആണ് ഉള്ളത്. അതിൽ തന്നെ എറണാകുളം എടുത്തു പറയേണ്ടതാണ്. ആലപ്പുഴയിൽ നിന്ന് ഒരു കനലിനെ അവിടെ എറണാകുളത്തേക്ക് എത്തിച്ചിരുന്നുവെങ്കിലും ആ കനലും ഏതാണ്ട് കെടുത്തിയ മട്ടാണ് UDF എന്ന് വേണം പറയാൻ. കാരണം ആ കനലിന് പോലും അവിടെ ശോഭിക്കാൻ സാധിച്ചില്ല. എറണാകുളത്തെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 14ലും ഇപ്പോൾ UDF-ന്റെ അപ്രമാദിത്വമാണ് കാണുന്നത്. അതിലെടുത്തു പറയേണ്ടത് കോതമംഗലം ഉൾപ്പെടെ, ഷിബു തെക്കുംപുറം ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നത് ഞെട്ടിക്കുന്ന പ്രകടനമാണ്. അസാധ്യമായ പ്രകടനം തന്നെയാണ് ഇപ്പോൾ എറണാകുളത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ കളമശ്ശേരി അടക്കമുള്ള മണ്ഡലങ്ങളുടെ കൗണ്ടിങ് എന്ത് റിസൾട്ട് സാധ്യതകൾ, അതുകൂടി നമുക്ക് അവിടുത്തെ ലേഖകർ ആരെങ്കിലും ഒരാളെ ലൈനിൽ കിട്ടിയാൽ നമുക്കൊന്ന് ചോദിക്കാമായിരുന്നു. നമുക്കറിയണം കളമശ്ശേരിയുടെ കൗണ്ടിംഗ് പൊസിഷൻ, P. രാജീവിന് അവശേഷിക്കുന്ന എന്തെങ്കിലും സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഒന്ന് ഏറെ രാഷ്ട്രീയ കേരളം പൊതുവിൽ വീക്ഷിക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് അതുകൂടി അറിയാൻ ഇരിക്കുന്നു. എന്തായാലും എറണാകുളം ജില്ലയുടെ ചിത്രം അതാണ്. ഒപ്പം VN വാസവൻ ഇനി എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും സംഭവിക്കുമോ, ഏറ്റുമാനൂരിൽ എന്തെങ്കിലും പ്രതീക്ഷകൾക്ക് ബാക്കിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിയാം. ഒരു കാര്യം ഉറപ്പാണ്, കോട്ടയം ജില്ലയിൽ വൈക്കം മാത്രമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാവുന്ന ഒരു മണ്ഡലമായി നിൽക്കുന്നത്. ആലപ്പുഴയിൽ ഇതാ AD തോമസ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. അമ്പലപ്പുഴയിൽ G. സുധാകരൻ ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു. ആശ്വാസമാകുന്നത് KN ബാലഗോപാലാണ്. പക്ഷേ അത് കേവലം 245 വോട്ടുകൾക്ക് മാത്രമാണ്. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ മുന്നിട്ട് നിൽക്കുന്നു. ഇടതുപക്ഷത്തിന് ആശ്വാസമാകുന്നു. കായംകുളത്ത് U. പ്രതിഭ പിന്നിൽ ആണ് എന്നത് വീണ്ടും അവർക്ക് വെല്ലുവിളിയാകുന്നു. ചേർത്തലയിൽ നിന്ന് P. പ്രസാദ് മുന്നിൽ നിൽക്കുന്നു എന്നത് ഇടതുപക്ഷത്തിനും CPI-ക്കും വലിയ തോതിൽ ആശ്വാസമാകുന്നു. CPI-യുടെ മന്ത്രിമാരിൽ 3 പേർ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. P. പ്രസാദ്, GR അനിൽ, അതോടൊപ്പം തന്നെ മന്ത്രി K. രാജൻ ഒല്ലൂരിൽ 3 പേർ മുന്നിട്ട് നിൽക്കുമ്പോൾ അങ്ങനെയല്ല മറുഭാഗത്ത് CPM-ന്റെ മന്ത്രിമാർ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മാറ്റമുള്ളത് മുഹമ്മദ് റിയാസ് ആണ്. മുഹമ്മദ് റിയാസിന്റെ കാര്യത്തിന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം അവസാന ലാപ്പുകളിലേക്ക് എത്തുമ്പോഴായിരിക്കും UDF-ന് മേൽക്കൈയുള്ള. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഞങ്ങൾക്ക് കളമശ്ശേരിയെ കുറിച്ച് ഒരു അപ്ഡേറ്റ് അറിയണം. കളമശ്ശേരിയിൽ P. രാജീവിന് എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുണ്ടോ? എവിടം വരെ കൗണ്ടിംഗ് പുരോഗമിച്ചിട്ടുണ്ട്? ഇനിയുള്ള റൗണ്ടുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രദേശങ്ങളാണ്? സജിത്ത്, ഈ കളമശ്ശേരിയിൽ വലിയ ഇഞ്ചോടിഞ്ച് മത്സരം തുടക്കം മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ്. അത് പ്രതിഫലിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ, അതായത് പോസ്റ്റൽ വോട്ടിന്റെ ഒരു കാര്യത്തിലെല്ലാം തന്നെ ഇടതുമുന്നണി മുന്നേറ്റം തുടർന്നപ്പോൾ, പിന്നീട് വന്നപ്പോൾ സ്ഥലത്തേക്ക് വന്നപ്പോൾ കഴിഞ്ഞ തവണ 1180ഓളം വോട്ടുകൾക്ക് P. രാജീവ് ലീഡ് ചെയ്തിരുന്ന ആ സ്ഥലത്ത് അതുവരെയും അതിന്റെ ഒരു ലീഡ് കുറയുക മാത്രമല്ല, അബ്ദുൽ ഗഫൂർ ലീഡ് നേടുകയും 690 വോട്ടുകൾക്ക് ലീഡ് നേടുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ 5 റൗണ്ടോളം പൂർത്തീകരിക്കുമ്പോൾ നിലവിലത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് 5750 വോട്ടുകൾക്ക് അബ്ദുൽ ഗഫൂറിന്റെ ലീഡിംഗ് നില തുടരുകയാണ് എന്നതാണ്. അതായത് ആദ്യഘട്ടങ്ങളിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ടും ഈ വോട്ടുകൾക്ക് ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ നടന്നതെങ്കിലും ഇനി അങ്ങോട്ട് കൂടുതലും UDF-ന് കൂടുതൽ ഉറപ്പുള്ള മേഖലകളിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് നഗരസഭാ മേഖലകളിലേക്ക് വരികയാണ്. അതുകൊണ്ട് അപ്പോൾ പിന്നെ ഡാനി, പ്രതിപക്ഷ നേതാവാൻ നമുക്ക് രാജീവിനെ പ്രതീക്ഷിക്കേണ്ടതില്ല അല്ലേ? ആ ഒരു സാധ്യതകളിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. കാരണം
ഈ കൂടുതൽ നഗരസഭാ മേഖലകളിലേക്ക് വരുമ്പോൾ കൂടുതലും UDF-ന് അനുകൂലമായ ഒരു വികാരമാണ് രഞ്ജിത്തിന്റെ ആശങ്ക ഇരട്ടിക്കുകയാണ്. ആരെ പ്രതിപക്ഷ നേതാവാക്കുമെന്ന് രഞ്ജിത്ത് ഇങ്ങനെ ആശങ്കപ്പെട്ടിരുന്നുവെങ്കിൽ രാജീവിന് ആ ഇടം ഉണ്ടാകില്ല എന്നതാണ് റാണിയുടെ റിപ്പോർട്ട്. മറുഭാഗത്ത് ബാലഗോപാലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ബാലഗോപാൽ ഇതാ ഇപ്പോ പിന്നിൽ പോകുന്നു. 245 വോട്ടുകൾക്ക് ഐഷ പോറ്റി കട്ടയ്ക്ക് പിടിക്കുകയാണ്. ഇടുക്കിയിലേക്കൊന്ന് പോയാൽ ഇടുക്കിയിൽ 4-1 എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന സാഹചര്യം, 2021 സാഹചര്യം. ഇപ്പോൾ 5 മണ്ഡലങ്ങളിലും UDF ലീഡാണ്. ദേവികുളത്ത്, ഉടുമ്പൻചോലയിൽ, തൊടുപുഴയിൽ, ഇടുക്കി, പീരുമേട് ഇവിടങ്ങളിലെല്ലാം UDF-ന്റെ ലീഡാണ്. തൊടുപുഴയിലും ഇടുക്കിയിലും പീരുമേടിലും വിജയം ഉറപ്പിച്ചു എന്ന് തന്നെ പറയാം. ഉടുമ്പൻചോലയിലും വിജയം ഉറപ്പിച്ചു എന്ന് പറയാം. ദേവികുളം തൊട്ട് മുമ്പ് വരെ അവിടെ ഇടതുപക്ഷം ലീഡ് 651 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ UDF-നുള്ളത്. അത് മാത്രമാണ് ഒരു പക്ഷേ കിട്ടാനുള്ള സാധ്യത. ബാക്കി എല്ലായിടത്തും ഏതാണ്ട് 30,000 കടന്ന ലീഡുണ്ട്. തൊടുപുഴയിൽ 30,000 കടന്നു. രാജേന്ദ്രൻ പിടിച്ച വോട്ടുകൾ നിർണായകമാണ്. കാരണം രാജേന്ദ്രൻ ചോർത്തുന്നത് CPM വോട്ടുകളാണ്. അങ്ങനെയാണ് പക്ഷേ അവിടെ ഇഞ്ചോട് ഇഞ്ചാണ്. ഒരു പക്ഷേ ഫലം അവസാന റൗണ്ട് വരെ നമുക്ക് കാത്തിരിക്കേണ്ടതായി വരും. അങ്ങനെയുള്ള കുറേയേറെ മണ്ഡലങ്ങൾ ഇപ്പോഴുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കൊട്ടാരക്കര അവസാന വോട്ട് എണ്ണി കഴിയുമ്പോഴായിരിക്കും കൊട്ടാരക്കരയിൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ മുഹമ്മദ് റിയാസ് ആയിക്കോട്ടെ, മെജോറിറ്റിയാണ് മുഹമ്മദ് റിയാസ് നേടിയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു ചോയ്സ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാകുന്നതാണ്. അങ്ങനെയെങ്കിലും ഒരു അസാധാരണ സാഹചര്യം ഉണ്ടാകുമെന്നതാണ്. കാരണം പ്രതിപക്ഷ നിരയെ നയിക്കാൻ ആരെ എന്ന ചോദ്യം ഉണ്ടാകുന്നു. CPM-ന് ഒരു മുതിർന്ന അംഗത്തെ മുന്നോട്ട് വെക്കാൻ ഇല്ല. അങ്ങനെയെങ്കിൽ പുതിയൊരാളെ കണ്ടെത്തേണ്ടി വരും എന്നൊരു ചോദ്യം. മുഹമ്മദ് റിയാസ് വീണ്ടും വന്നാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ മറ്റൊരു തരത്തിലുണ്ട് താനും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം. ജയന്ത് 780 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഏതാണ്ട് 10 റൗണ്ടോടെ പൂർത്തിയായിട്ടുണ്ട്. ജയന്തിന് ഈ ഇലക്ഷന് ശേഷം ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായതാണ്. എന്തായാലും ഒരു പക്ഷേ വിജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. കോഴിക്കോട് നോർത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഷുവർ സീറ്റ് ആയിരുന്നു. അത് മാത്രമല്ല ഒരു പക്ഷേ നമുക്ക് കോഴിക്കോട് നിന്നും അടക്കം നമ്മുടെ റിപ്പോർട്ടറുടെ വിശദാംശങ്ങൾ, അതായത് ഇനി എണ്ണാനുള്ള ലാപ്പുകൾ അല്ലെങ്കിൽ അവസാന റൗണ്ടിൽ എവിടെയാണ് സാധിക്കുക എന്നത് പരിശോധിക്കാം. അനീഷിനെ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് കോഴിക്കോടിന്റെ ട്രെൻഡ് അറിയാം. കോഴിക്കോട് എന്തായാലും UDF-ന്റെ മുന്നേറ്റം നമ്മൾ കാണുന്നു. ഇനി അവശേഷിക്കുന്ന മണ്ഡലങ്ങൾ ബേപ്പൂരിലെ എന്തെങ്കിലും സസ്പെൻസ് ബാക്കിയുണ്ടോ? ഒപ്പം തന്നെ ഈ കോഴിക്കോട് നോർത്ത് അടക്കമുള്ള മണ്ഡലങ്ങൾ. ഒറ്റ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ UDF സെഞ്ചുറി അടിച്ചാണ് നിൽക്കുന്നത്. അതായത് UDF-ന്റെ ടാലിയിൽ നമ്മൾ കാണിക്കുന്നത് 98-ഉം അതേഴ്സ് 2-ഉം എന്ന് പറയുമ്പോൾ അത് UDF-ന്റെ തന്നെ ഭാഗമാണ്. അങ്ങനെ UDF 100-ലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി ലീഡ് ഉയർത്തിയിരിക്കുന്നു. 1246 വോട്ടിനായി ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ കഴക്കൂട്ടം നിലനിർത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. 9 റൗണ്ട് കഴിയുമ്പോഴാണ് ലീഡ് ഉയർത്തിയത്. രേണു, അങ്ങനെയെങ്കിൽ NDA-യുടെ കളത്തിലുള്ള രണ്ട് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? നിയമത്തിന് പുറമെയുള്ള മറ്റു മണ്ഡലം ഏതാണ്? നേമത്ത് NDA ലീഡ് ചെയ്യുന്നുണ്ട്. ചാത്തന്നൂർ ലീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേമവും ചാത്തന്നൂരും ആകാനാണ് സാധ്യത. എന്തായാലും ഒരു ഘട്ടത്തിലൊക്കെ വലിയ തോതിൽ 5 ഇടങ്ങളിലടക്കം മുന്നേറ്റം നടത്തിയിരുന്നു. പക്ഷേ NDA സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നുണ്ട്. നിലവിൽ ചാത്തന്നൂർ അവിടെയും മാറി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ മാത്രം തിരുവനന്തപുരത്തും NDA മുന്നോട്ട് പോയിരുന്നു. കാസർഗോഡ്, മഞ്ചേശ്വരത്തടക്കം ചെറിയ മുന്നേറ്റമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവിടെയൊന്നും ഇനി NDAക്ക് വലിയ പ്രതീക്ഷകളില്ല. NDA ഇപ്പോൾ പ്രതീക്ഷ പുലർത്തുന്നത് പ്രധാനമായും നേമത്ത് തന്നെയാണ്. നേമത്ത് ഇനി എണ്ണാനിരിക്കുന്ന വോട്ടുകളിലും NDAക്ക് പ്രതീക്ഷയുണ്ട്. കഴക്കൂട്ടത്ത് എന്തും സംഭവിക്കാമെന്നതാണ്. ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ നേടിയിട്ടുള്ള ഈ മേൽക്കൈ അത് വരും മണിക്കൂറുകളിൽ തിരിച്ച് ആകാം എന്നതുകൊണ്ട് തന്നെയാണ് കഴക്കൂട്ടം ഫോട്ടോ ഫിനിഷിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 262 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ NDA സ്ഥാനാർത്ഥിക്ക്. BB ഗോപകുമാറിന് 262 വോട്ടിന്റെ ലീഡ് മാത്രം. തൃത്താലയിൽ 8 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ബൽറാമിന്റെ ലീഡ് ഉയർത്തുന്നുണ്ട്. ബൽറാം വിജയം അവകാശപ്പെട്ട് കഴിഞ്ഞു. ബൽറാം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ഞാൻ വിജയിച്ചു, ഞാൻ കം ബാക്ക് ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ബൽറാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.